ലോക്സഭയിൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. നേരെ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ സഭ പ്രക്ഷുബ്ധമായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് മറുപടിക്കുൾപ്പെടെയുള്ള സാധ്യതകളും నిలనిల్ക്കുകയാണ്. అన్ని కేటర్లను సమగ్ర సమీక్షను 6 నెలల్లో పూర్తి చేయాలని సూచించింది. నా క్వశ్చన్ సప్లిమెంటరీ క్వశ్చన్, గవర్నర్ మంత్రి గారికి బార్డర్ సెక్యూరిటీ ఫోర్స్ బిఎస్పీ సంబంధిత కేడర్ సమీక్ష ప్రస్తుతం ఏ స్థాయిలో ఉంది మరియు സുപ്രീംകോടതി ആദേശം പൂർത്തിയായി സഭാ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാവും. ഇന്ത്യ US വ്യാപാര കരാർ പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം ഉന്നയിക്കും. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ തുടർ ചലനങ്ങളും സഭയിലുണ്ടാകാനുള്ള സാധ്യതയാണ്. ബസന്ത് സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ മുദ്രാവാക്യം വിളികൾ. ബാലഗോപാലാണ് നമുക്ക് പറയുന്നത്. ബാലു, സഭയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ ഇന്ത്യ അമേരിക്കൻ ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ ബഹളം നടക്കുകയാണ്. ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഈ കോൺഗ്രസ് അംഗങ്ങൾ, കോൺഗ്രസിന്റേത് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ബഹളം വെക്കുകയാണ്. ചോദ്യോത്തരവേള നിർത്തിവെച്ച് ഇക്കാര്യത്തിൽ അടിയന്തരമായ ചർച്ച വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി ഇപ്പോൾ ഈ സർക്കാരിനെതിരെ അതിനിശ്ചിതമായ മുദ്രാവാക്യങ്ങളും മറ്റും വിളിക്കുകയാണ്. ഈ മോദിക്ക് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങി എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് പ്രമേയത്തിനുള്ള നോട്ടീസ് കോൺഗ്രസ് അംഗങ്ങൾ നൽകിയിരുന്നു. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അതിശക്തമായ ഒരു പ്രതിഷേധം സഭയിൽ ഉയർത്തുവാനാണ് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിലുള്ള ബഹളം രാജ്യസഭയിലും നടക്കുന്നുണ്ട്. ഏതായാലും ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായുള്ള വിഷയം വരും ദിവസങ്ങളിലും വരും ദിവസങ്ങളിലുമൊക്കെ സഭയിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്മേൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കോൺഗ്രസ്. വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KC വേണുഗോപാലാണ് നോട്ടീസ് നൽകിയത്. ട്രംപിന് മുന്നിൽ നരേന്ദ്രമോദി കീഴടങ്ങി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം കൂടി ട്രംപിനെ ഏൽപ്പിക്കൂ, അതാകും നല്ലത് എന്നതാണ് KC വേണുഗോപാലിന്റെ പരിഹാസം. ലോക്സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ടവരും. സഭ ആരംഭിച്ചു. ഇപ്പോൾ 8 മിനിറ്റ് ആയപ്പോൾ തന്നെ സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. വ്യാപാര കരാർ രാജ്യസഭയിലും പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നു. ഇന്ത്യ US വ്യാപാര കരാറിന്റെ വിശദാംശം അറിയിക്കണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അക്കാര്യം സർക്കാരുമായി ആലോചിച്ച് പിന്നീട് പരിഗണിക്കാം എന്നാണ് സഭാധ്യക്ഷൻ സ്വീകരിച്ച നിലപാട്.